Hi dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് അൾജിബ്രയിലെ സെക്കൻഡ് മൊഡ്യൂളിലെ അവസാനത്തെ സെക്ഷൻ പ്രൈമറി ഡീകമ്പോസിഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഐഡിയലിനെ പ്രൈമറി ഐഡിയൽസ് വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി ഐഡിയൽസ് എന്താണ്, ആദ്യം ഡിഫൈൻ ചെയ്യും, അതിൻ്റെ ചില പ്രോപ്പർട്ടീസും പറയും. അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഡീകമ്പോസിഷൻ എന്താണ് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ പ്രൈമറി ഐഡിയൽസിനെ ഡിഫൈൻ ചെയ്യാം. ഒരു എ എന്നുള്ള ഒരു റിങ്ങിന്റെ ഒരു ഐഡിയലാണ് ക്യൂ. ക്യൂ പ്രൈമറി ആകാനുള്ള കണ്ടീഷനാണ് ക്യൂ നോട്ട് ഈക്വൽ ടു എ ആകണം. ആൻഡ് ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ then either x belongs to q or y raised to n belongs to q for some n greater than 0. അതായത് ഒരു എ എന്നുള്ള റിങ്ങിന്റെ ഐഡിയൽ ക്യൂ പ്രൈമറി ആകാനുള്ള കണ്ടീഷൻ ക്യൂ ഒരു പ്രോപ്പർ ഐഡിയൽ ആകണം. മോറോവർ എക്സ് വൈ ക്യൂലുണ്ടെങ്കിൽ ഏത് രണ്ട് എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ക്യൂലുണ്ടെങ്കിൽ അതിലെ ഒരെലമെന്റ് ഒന്നില്ലെങ്കിൽ ഒരു എലമെന്റ് ക്യൂല് വേണം, അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റിന്റെ ഏതെങ്കിലും ഒരു പവർ ക്യൂല് വേണം. ഓക്കെ, വൈ റേസ് ടു എൻ ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈ ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് ക്യൂ ആണെന്ന് പറയാം. അതായത് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ എയ്തർ എക്സ് ബിലോങ്സ് ടു ക്യൂ ഓർ വൈ ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് ക്യൂ, അതായത് വൈൻ്റെ ഏതെങ്കിലും ഒരു പവർ ക്യൂല് വേണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ഒബ്സർവേഷൻ, പ്രൈം ഐഡിയൽസ് എല്ലാം എന്തായിരിക്കും, പ്രൈമറി ആയിരിക്കും. ഓക്കെ, കാരണം ഒരു എ എന്നുള്ള റിങ്ങിന്റെ ഒരു പ്രൈം ഐഡിയലാണ് പി എങ്കിൽ പ്രൈം കണ്ടീഷൻ എന്താണ്, എക്സ് വൈ ബിലോങ്സ് ടു പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒന്നില്ലെങ്കിൽ എക്സ് പിയിലുണ്ടാകും ഓർ വൈ ബിലോങ്സ് ടു പി, ഏതെങ്കിലും ഒരു എലമെന്റ് പിയിലുണ്ടാകും. ഓക്കെ, രണ്ട് എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് പിയിലുണ്ടെങ്കിൽ പി പ്രൈമും ആണെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് പിയിലുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം, ട്രിവിയൽ ആയിട്ട് തന്നെ എന്ത് പറയാം, പ്രൈം ഐഡിയൽസ് എല്ലാം പ്രൈമറി ആണെന്ന് പറയാം. പക്ഷെ കോൺവേഴ്സ് എല്ലായ്പ്പോഴും ട്രൂ ആകണമെന്നില്ല. അതാണ് ഇവിടെ ഇവിടുത്തെ എക്സാമ്പിൾ. നമ്മൾ ഇൻഡിജേഴ്സിന്റെ ഇന്റഗ്രൽ ഡൊമൈൻ കൺസിഡർ ചെയ്യാം. അവിടുത്തെ പ്രൈം ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽസ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽസ്. അവിടെ ഫോർ എന്തായിരിക്കും, ഫോർ എന്തല്ല, പ്രൈം ഐഡിയൽ അല്ല, പക്ഷെ എന്തായിരിക്കും, പ്രൈമറി ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. സപ്പോസ് എം ഇൻറ്റു എൻ ഐഡിയൽ ജനറേറ്റഡ് ബൈ 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എം എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. മൾട്ടിപ്പിൾ ഓഫ് 4. സപ്പോസ് എം മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനല്ല, നമുക്ക് എന്ത് പറയാം, ട്രിവിയലി പ്രൈമറി ഐഡിയലാണെന്ന് പറയാം. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെങ്കിൽ, അതായത് എം ഡസ് നോട്ട് ബിലോങ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ 4 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എന്നിന്റെ ഏതെങ്കിലും ഒരു പവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ 4 ആകാം. ഓക്കെ, എം ഡസ് നോട്ട് ബിലോങ് ടു 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഞാനൊരു ഹിന്റ് തരാം. 4 എന്തിനെ ഡിവൈഡ് ചെയ്യില്ല, എമ്മിനെ ഡിവൈഡ് ചെയ്യില്ല. അതായത് 2 സ്ക്വയർ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. 2 എമ്മിനെ ഡിവൈഡ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, 2 സ്ക്വയർ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ എം എൻ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സോറി, എം എൻ എന്താണ്, 4 ഇൻറ്റു കെ എന്നുള്ള രൂപത്തിലാണ്. അതായത് 2 സ്ക്വയർ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എം എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് വേണ്ടി വരും, 2 എമ്മിനെ ഡിവൈഡ് ചെയ്യാം, ചെയ്യാതിരിക്കാം. 2 സ്ക്വയർ എമ്മിനെ ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ടും എം എന്നിനെ 4 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് എന്ത് പറയാം, 2 എങ്ങനെയായാലും എന്നിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും, വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് n. ഓക്കെ, 2 എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, n ഈക്വൽ ടു സം 2k1 എഴുതാം. n ഈക്വൽ ടു 2k1, അതായത് n സ്ക്വയർ എന്തായിരിക്കും, 4k1 സ്ക്വയർ ആയിരിക്കും. അതായത് n സ്ക്വയർ എവിടെ ഉണ്ടാകും, n സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതായത് n സ്ക്വയർ എവിടെ ഉണ്ട്, ഐഡിയൽ ജനറേറ്റഡ് ബൈ 4 ഉണ്ട്. ഓക്കെ, അതായത്
ഐഡിയൽ ജനറേറ്റഡ് ബൈ 4 എന്താണ്? പ്രൈമറി ആണ്. പക്ഷെ എന്തല്ല, പ്രൈം അല്ല. എല്ലാ പ്രൈം ഐഡിയൽസും എന്തായിരിക്കും? പ്രൈമറി ആവുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. സെക്കൻഡ് ഒബ്സർവേഷൻ, Q is primary. Second observation, Q is primary if and only if quotient ring A over Q not equal to 0 and every non-zero devices in A over Q is nilpotent. അതായത് Q പ്രൈമറി ആകാനുള്ള ഒരു നെസസറി സഫീഷ്യന്റ് കണ്ടീഷൻ ആണ് Q വെച്ചിട്ടുള്ള quotient ring. അതെന്താകണം? നോട്ട് ഈക്വൽ ടു 0 ആകണം. അതായത് ഒരു സിംഗിൾ എലമെന്റ്, മോർ ദാൻ വൺ എലമെന്റ് ഉള്ള ഒരു റിംഗ് ആകണം. അതേപോലെ തന്നെ ആ ക്വോഷ്യൻ റിംഗിലെ 0 ഡിവൈസസ് എല്ലാം എന്താകണം? നിൽപൊട്ടന്റ് ആകണം. നേരെ കോൺവേഴ്സും ട്രൂ ആണ്. എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ ഓർ ക്യൂലുള്ള 0 ഡിവൈസസ് ഒക്കെ നിൽപൊട്ടന്റും ആണെങ്കിൽ ക്യൂ എന്താകും? പ്രൈമറി ആകും. ഇതും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യൂ പ്രൈമറി ആണ് അസ്യൂം ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. മോർ ഓവർ എ ഓർ ക്യൂലെ 0 ഡിവൈസസ് എല്ലാം നിൽപൊട്ടന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ക്യൂ പ്രൈമറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്യൂ നോട്ട് ഈക്വൽ ടു എ ആണ്. സോ എ ഓർ ക്യൂ മോർ ദാൻ വൺ എലമെന്റ് ഉള്ള ഒരു റിംഗ് ആണ്. അതായത് എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഫസ്റ്റ് കണ്ടീഷനായി. ഇനി സെക്കൻഡ് കണ്ടീഷൻ, എ ഓർ ക്യൂലുള്ള ഒരു 0 ഡിവൈസർ എടുത്താൽ അത് നിൽപൊട്ടന്റ് ആകും. സോ നമ്മളൊരു 0 ഡിവൈസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് y പ്ലസ് ക്യൂ ഈസ് എ 0 ഡിവൈസർ ഇൻ എ ഓർ ക്യൂ. സോ 0 ഡിവൈസർ ആണ്. സോ ദർ എക്സിസ്റ്റ് എ നോൺ സീറോ എലമെന്റ് ഇൻ എ ഓർ ക്യൂ, x പ്ലസ് ക്യൂ in A over Q such that x plus q into y plus q equal to 0 in A over Q. Okay, x plus q into y plus q എന്തിന് ഈക്വൽ ആണ്? xy plus q ന് ഈക്വൽ ആണ്. അത് 0 ആണ് A over Q. A over Q ലെ 0 എലമെന്റ് എന്ന് പറഞ്ഞാൽ q തന്നെയാണ്. അതായത് 0 plus q. സോ xy plus q എന്തിന് ഈക്വൽ ആണ്? 0 plus q ന് ഈക്വൽ ആണ്. അതായത് q ക്ക് ഈക്വൽ ആണ്. അതിനർത്ഥം നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഇംപ്ലൈസ് xy belongs to q. xy belongs to q. Okay, so q primary ആണ്. സോ ഒന്നില്ലെങ്കിൽ x ക്യൂല് വേണം, അല്ലെങ്കിൽ yന്റെ ഏതെങ്കിലും ഒരു പവർ ക്യൂല് വേണം. സോ സപ്പോസ് x plus q not equal to 0. നോൺ സീറോ ഡിവൈസ് 0. സപ്പോസ് x plus q 0 ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 0 നിൽപൊട്ടന്റ് ആണ്. സോ നമ്മൾ അസ്യൂം ചെയ്യുക x പ്ലസ് ക്യൂ 0 അല്ല, നോൺ 0 ആണ്. അതേപോലെ തന്നെയാണ് എടുത്തത്. സോ x പ്ലസ് ക്യൂ നോൺ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? x പ്ലസ് ക്യൂ 0. നമ്മളുടെ ക്വോഷ്യൻ റിംഗിലെ 0 എലമെന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ തന്നെ എടുക്കുക. അതായത് 0 പ്ലസ് ക്യൂ. x പ്ലസ് ക്യൂ എന്തിന് ഈക്വൽ അല്ല? 0 പ്ലസ് ക്യൂന് ഈക്വൽ അല്ല. ഓക്കെ, അതായത് x പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം? x ഡസ് നോട്ട് ബിലോങ് ടു ക്യൂ ആണെന്ന് പറയാം. സോ x ക്യൂവിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പക്ഷേ xy ക്യൂലുണ്ട്, ക്യൂ പ്രൈമറി ആണ്. അപ്പോൾ yന്റെ ഏതെങ്കിലും പവർ എന്തിൽ വേണം? ക്യൂല് വേണം. സോ y raised to n belongs to q for some n greater than 0. So y raised to n q എലമെന്റ് ആണ്. സോ y raised to n ന്റെ കോസെറ്റ് y raised to n plus q is equal to q. സോ y raised to n plus q അതിന്റെ കോസെറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? By definition of multiplication in the quotient ring, y plus q whole to the power n ഈക്വൽ ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 0 plus q ഈക്വൽ ആയിരിക്കും. അതായത് y plus q whole to the power എന്താണ്? 0 ആണ് നമ്മളുടെ quotient ring A or Q. സോ y plus q എന്താണ്? നിൽപൊട്ടന്റ് ആണ്. y plus q ന്റെ nth പവർ 0 ആണ്. അതുകൊണ്ട് y plus q എന്താണ്? നിൽപൊട്ടന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ conversely assume that our q not equal to 0 and every non-zero divisor is nilpotent. Non-zero divisor in our q is nilpotent. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് q പ്രൈമറി ആണെന്നാണ്.
സോ ക്യൂ പ്രൈമറി ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ നോട്ട് ഈക്വൽ ടു എ ആകണം. എക്സ് വൈ ക്യൂലുണ്ടെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈൻ്റെ ഏതെങ്കിലും പവറോ ക്യൂല് വേണം. സോ എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. മോർ ദാൻ 1 എലമെന്റ് വരുന്ന പൊസിഷൻ റിംഗ് ആണ് എ ഓർ ക്യൂ. അത് അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം, ക്യൂ നോട്ട് ഈക്വൽ ടു എ ആണ്. ഓക്കെ, ക്യൂ ഈക്വൽ ടു എ ആണെങ്കിൽ എ ഓർ ക്യൂ 0 ആയിരിക്കും. ഓക്കെ, ഒരു എലമെന്റ് മാത്രം വരുന്ന പൊസിഷൻ റിംഗ് ആയിരിക്കും. സോ എ ഓർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ക്യൂ നോട്ട് ഈക്വൽ ടു എ ആണ്. സോ ഫസ്റ്റ് കണ്ടീഷനായി ക്യൂ നോട്ട് ഈക്വൽ ടു എ. ഇനി സെക്കൻഡ് കണ്ടീഷൻ, സപ്പോസ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് either x belongs to q or y to the power n belongs to q for some n greater than 0. ഏതെങ്കിലും ഒരു പവർ ക്യൂല് വേണം. ഓക്കെ, സോ സപ്പോസ് എക്സ് ക്യൂലില്ല എന്ന് കരുതുന്നത്. എക്സ് ക്യൂലുണ്ടെങ്കിൽ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ആകും. സോ എക്സ് ക്യൂലില്ല, സോ എക്സ് പ്ലസ് ക്യൂ എന്തിന് ഈക്വൽ ആവില്ല, അവിടുത്തെ 0 എലമെന്റിന് ഈക്വൽ ആവില്ല. അതായത് 0 പ്ലസ് ക്യൂ ഈക്വൽ അല്ല. അതായത് എക്സ് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 പ്ലസ് ക്യൂ ആണ് ആൻഡ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ ആണ്. സോ എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ ആയതുകൊണ്ട് എക്സ് വൈൻ്റെ കോസെറ്റ് എക്സ് വൈ പ്ലസ് ക്യൂ എന്തിന് ഈക്വൽ ആണ്, 0 പ്ലസ് ക്യൂക്ക് ഈക്വൽ ആണ്. അതായത് എക്സ് വൈ പ്ലസ് ക്യൂ എന്തിന് ഈക്വൽ ആണ്, കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസെറ്റ് ഓഫ് വൈക്ക് ഈക്വൽ ആണ്. അതായത് എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു എക്സ് വൈ പ്ലസ് ക്യൂ വിച്ച് വിൽ ബി ഈക്വൽ ടു 0 പ്ലസ് ക്യൂ. അതിനെ നമ്പർ ചെയ്ത് കൊടുക്കുക 1. സപ്പോസ് y പ്ലസ് ക്യൂ 0 പ്ലസ് ക്യൂ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒബ്സർവേഷൻ പറയാൻ പറ്റുമോ? അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എക്സ് വൈ ക്യൂലുണ്ട്, എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ക്യൂ ആണ്. സപ്പോസ് വൈ ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ നമുക്ക് ക്യൂ എന്താണെന്ന് പറയാം, പ്രൈമറി ആണെന്ന് പറയാം. ഓക്കെ, വൈ ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ ക്യൂ പ്രൈമറി ആണെന്ന് പറയാം, ട്രിവിയലി പ്രൈമറി ആവും. അതായത് വൈ ക്യൂലുണ്ടെങ്കിൽ വൈ പ്ലസ് ക്യൂ എന്താണ്, 0 പ്ലസ് ക്യൂക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ക്യൂക്ക് തന്നെ ഈക്വൽ ആയിരിക്കും, 0 പ്ലസ് ക്യൂക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ വൈ ക്യൂല് ഉണ്ടെങ്കിൽ നമ്മൾ ഡൺ, നമ്മളുടെ പ്രൂഫ് ഓക്കെയാണ്, കംപ്ലീറ്റ് ആകും. സോ അതായത് വൈ ക്യൂലില്ല എന്ന് അസ്യൂം ചെയ്യും. വൈ ക്യൂലില്ലെങ്കിൽ വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ വൈ പ്ലസ് ക്യൂ ഡസ് നോട്ട് ബിലോങ് ടു വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 പ്ലസ് ക്യൂ ആണ്. സോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 പ്ലസ് ക്യൂ ദെൻ നമുക്ക് എന്ത് പറയാം, വൈ പ്ലസ് ക്യൂ 0 അല്ല, ക്വസ്റ്റ്യൻ റിംഗിലെ 0 അല്ല, പക്ഷേ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് ക്യൂ എന്താണ്, 0 പ്ലസ് ക്യൂ ആണ്. സോ വൈ പ്ലസ് ക്യൂ എന്താണ്, ഒരു 0 ഡിവൈസർ ആണെന്ന് പറയാം നമ്മളുടെ ക്വസ്റ്റ്യൻ റിംഗ്. സോ ബൈ അസംഷൻ 0 ഡിവൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈ പ്ലസ് ക്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ട് 0 ഡിവൈസേഴ്സ് എല്ലാം നിൽപൊട്ടൻ്റ് ആണെന്നാണ്. സോ വൈ പ്ലസ് ക്യൂ ഇസ് എ നിൽപൊട്ടൻ്റ് എലമെന്റ് ഇൻ എ ഓവർ ക്യൂ. സോ വൈ പ്ലസ് ക്യൂവിൻ്റെ ഒരു പവർ വൈ പ്ലസ് ക്യൂ ടു ദി പവർ n ഈക്വൽ ടു 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു പവർ 0 ആയിരിക്കും, 0 പ്ലസ് ക്യൂക്ക് ഈക്വൽ ആയിരിക്കും ഫോർ സം n ഗ്രേറ്റർ ദാൻ 0. അതായത് വൈ പ്ലസ് ക്യൂ ഓൾ ടു ദി പവർ n എന്ന് പറഞ്ഞാൽ ആ കോസെറ്റ് എന്ന് പറഞ്ഞാൽ വൈ റൈസ് ടു n കോസെറ്റ് ആയിരിക്കും, വൈ റൈസ് ടു n പ്ലസ് ക്യൂ ഈക്വൽ ആയിരിക്കും. അതായത് വൈ റൈസ് ടു n പ്ലസ് ക്യൂ ഈക്വൽ ടു ക്യൂ ആയിരിക്കും. അവിടുന്ന് എന്ത് പറയാം, വൈ റൈസ് ടു n ക്യൂലാണെന്ന് പറയാം, ക്യൂലുണ്ട് എന്ന് പറയാം. അതായത് എക്സ് ക്യൂലില്ല. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വൈയോ വൈൻ്റെ ഏതെങ്കിലും പവറോ ക്യൂലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് വൈ ക്യൂലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അവിടെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, എക്സ് ക്യൂലില്ല, വൈയും ക്യൂലില്ല. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ പവർ ക്യൂലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതായത് ക്യൂ എന്താണ്, പ്രൈമറി ആണ്. സോ ഇനി തേർഡ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ, പ്രൈമറി ഐഡിയൽസിന്റെ കൺട്രാക്ഷൻസ് എല്ലാം പ്രൈമറി ആയിരിക്കും. ഓക്കെ, കൺട്രാക്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു പ്രൈമറി ഐഡിയൽ എടുത്ത് അതിൻ്റെ കൺട്രാക്ഷൻ കൺസിഡർ ചെയ്താൽ അത് പ്രൈമറി ആയിരിക്കും. സോ കൺട്രാക്ഷൻ നമ്മൾ സാധാരണ പറയാം എഫ് എന്ന് ബിയിലേക്കുള്ള റിംഗ് ഹോമോമോർഫിസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് വെച്ചിട്ടാണ് കൺട്രാക്ഷൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ബി എ റിംഗ് ഹോമോമോർഫിസം ആൻഡ് ക്യൂ ബി എ പ്രൈമറി ഐഡിയൽ ഇൻ ബി. അപ്പോൾ ക്യൂവിൻ്റെ കൺട്രാക്ഷൻ എന്താന്ന് പ്രൂവ് ചെയ്യണം? എയില് പ്രൈമറി ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് പി ഈക്വൽ ടു കൺട്രാക്ഷൻ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ കൺട്രാക്ഷൻ പിയിൽ കൺസിഡർ ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇനി കൺട്രാക്ഷൻ ഓഫ് ക്യൂ, അതായത് പി പ്രൈമറി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്യാനുള്ളത്? രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പി നോട്ട് ഈക്വൽ ടു എ ആൻഡ് ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു പി then x belongs to p or y raised to n belongs to p for some n in set of all natural numbers. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പ്രൂവ് ചെയ്താൽ നമ്മുടെ തേർഡ് ഒബ്സർവേഷൻ ആയി. സോ വി ഹാവ് ടു ഷോ ദാറ്റ് പി ഈസ് പ്രൈമറി. സോ ക്യൂ പിന്റെ ഒരു പ്രൈമറി ഐഡിയൽ ആയതുകൊണ്ട് ക്യൂ എന്താണ്? നോട്ട് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് തന്നെ ബിയിലുള്ള 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി യൂണിറ്റി എവിടെ ഉണ്ടാവില്ല? ക്യൂവിൽ ഉണ്ടാവില്ല. സപ്പോസ് 1 ക്യൂവിലുണ്ടെങ്കിൽ ക്യൂ ബിക്ക് ഈക്വൽ ആകും. സോ 1 ക്യൂവിലില്ല, അപ്പോൾ 1ന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ക്യൂവിൽ എന്തുണ്ടാവില്ല? 1 ഉണ്ടാവില്ല. എഫ് ഇൻവേഴ്സ് ക്യൂവിൽ 1 ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? എഫ് ഓഫ് 1 1 ആയിരിക്കും. ഓക്കെ, എഫ് ഇൻവേഴ്സ് ക്യൂവിൽ എന്തില്ല? 1 ഉണ്ടാവില്ല. സോ 1 എവിടെ ഉണ്ടാവില്ല? കൺട്രാക്ഷൻ ഓഫ് ക്യൂവിൽ ഉണ്ടാവില്ല. സോ 1 അതായത് പിയിൽ ഉണ്ടാവില്ല. 1 പിയിലില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി നോട്ട് ഈക്വൽ ടു എ ആണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സപ്പോസ് എക്സ് വൈ ബിലോങ്സ് ടു പി. സോ അതായത് എക്സ് വൈ ബിലോങ്സ് ടു കൺട്രാക്ഷൻ ഓഫ് ക്യൂ. അതായത് എക്സ് വൈ എവിടെ ഉണ്ട്? കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് ക്യൂ. എക്സ് വൈ ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ക്യൂ. സോ എഫ് ഓഫ് എക്സ് വൈ വിൽ ബി ഇൻ ക്യൂ. സോ എഫ് ഹോമോമോർഫിസ് ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈക്ക് ഈക്വൽ ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈസ് ഇൻ ക്യൂ. സോ ക്യൂ പ്രൈമറി ആണ്. സോ എയ്തർ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ ഓർ f of y to the power n belongs to q for some n in n greater than 0 for some natural number n. Okay, so f of x q ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? f of x belongs to q, f ഹോമോമോർഫിസ് ആയതുകൊണ്ട് f of y to the power n q ഉണ്ടെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കും? f of y to the power n ന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? f of x belongs to q or f of y raised to n belongs to q since f is a ring homomorphism. So which implies x belongs to f inverse of q or y raised to n belongs to f inverse of q. That is x belongs to contraction of q or y belongs to contraction of q. അതായത് f inverse of q എന്ന് പറഞ്ഞാൽ contraction of q which is equal to p. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ പിയിലുണ്ടെങ്കിൽ എക്സ് പിയിലുണ്ട്, അല്ലെങ്കിൽ വൈ റൈസ് ടു എൻ, വൈ അല്ല വൈ റൈസ് ടു എൻ പിയിലുണ്ട്. സോ പി എന്താണ്? ഒരു പ്രൈമറി ഐഡിയലാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസ്. ഇനി ഫസ്റ്റ് തിയറം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. തിയറം പറയുന്നത് let q be a primary ideal in a ring A, then radical of q is the smallest prime ideal containing q. q എന്നുള്ള പ്രൈമറി ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഓഫ് ക്യൂ ആയിരിക്കും. റാഡിക്കൽ ഓഫ് ക്യൂ എന്താന്ന് പറഞ്ഞാൽ എലമെന്റോ എലമെന്റ്സിന്റെ പവേഴ്സോ ക്യൂല് വേണം. ഓക്കെ, ഏതെങ്കിലും ഒരു പവറോ ക്യൂൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ റാഡിക്കൽ ഓഫ് ക്യൂ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ, നമ്മളൊന്ന് റെഫർ ചെയ്യാം. സോ ചെറിയ പ്രൂഫാണ്.
നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ഹാവ് റാഡിക്കൽ ഓഫ് ക്യൂ ഈസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് കണ്ടെയ്നിങ് ക്യൂ. ഓക്കെ, ക്യൂനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൈം ഐഡിയൽസിന്റെ ഇന്റർസെക്ഷൻ ആണ് റാഡിക്കൽ ഓഫ് ക്യൂ. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് റാഡിക്കൽ ഓഫ് ക്യൂ എന്താണ്, പ്രൈം ഐഡിയലാണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, കാരണം അതന്നെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതന്നെയായിരിക്കും സ്മോളസ്റ്റ് പ്രൈം ഐഡിയൽ കണ്ടെയ്നിങ് ക്യൂ. കാരണം റാഡിക്കൽ ഓഫ് ക്യൂ ക്യൂനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പ്രൈം ഐഡിയൽസിന്റെ ഇന്റർസെക്ഷൻ ആണ്. സോ റാഡിക്കൽ ഓഫ് ക്യൂ പ്രൈം ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ നമ്മളുടെ കൺക്ലൂഷൻ. സോ P equal to let P equal to radical of Q. സോ Q റാഡിക്കൽ ഓഫ് Q പ്രൈം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Q പ്രൈമറി ആയതുകൊണ്ട് നമുക്ക് ഒബ്സർവേഷൻ എന്താണ്, Q എക്ക് ഈക്വൽ അല്ല. മോറോവർ Q എക്ക് ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റാഡിക്കൽ ഓഫ് ക്യൂവിൽ എന്തുണ്ടാവില്ല, റാഡിക്കൽ ഓഫ് Q എന്തല്ല, ഹോൾ റിംഗ് എ അല്ല Q. കാരണം 1 എയിലില്ല, സോറി ക്യൂലില്ല. സോ 1ന്റെ ഒരു പവർ എവിടെ ഉണ്ടാവില്ല, ക്യൂവിൽ ഉണ്ടാവില്ല. 1ന്റെ പവേഴ്സ്, 1ന്റെ എല്ലാ പവേഴ്സും എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. സോ 1 എവിടെ അല്ല, ക്യൂലില്ല. അപ്പോൾ 1 എവിടെ ഉണ്ടാവില്ല, 1ന്റെ ഒരു പവറും ക്യൂലില്ല. സോ 1 എവിടെ ഉണ്ടാവില്ല, റാഡിക്കൽ ഓഫ് ക്യൂവിൽ ഉണ്ടാവില്ല. അതായത് P എന്തല്ല, ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 അല്ല. അതായത് P എന്നുള്ള റിംഗ് റാഡിക്കൽ ഓഫ് ക്യൂ ഹോൾ റിംഗ് അല്ല. സോ അതായത് പ്രൈം ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷനായി P എന്നുള്ള ഐഡിയൽ റാഡിക്കൽ ഓഫ് ക്യൂ, അതായത് P നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന P എന്നുള്ള ഐഡിയൽ ഹോൾ റിംഗ് എ അല്ല. സോ നെക്സ്റ്റ് കണ്ടീഷൻ XY ബിലോങ്സ് ടു P ആണെങ്കിൽ, അതായത് XY ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് ക്യൂ ആണെങ്കിൽ either X belongs to radical of Q or Y belongs to radical of Q. So start ചെയ്യാം. XY belongs to P, that is XY belongs to radical of Q, that is which means power of XY to the power n belongs to radical of Q for some n greater than 0, for some natural number, by definition of radical. So we are working in commutative ring. So XY to the all to the power n will be equal to X raised to n into Y raised to n. So which will be in Q. That is Q എന്താണ്, primary ആണ്. So either X raised to n in Q will be in Q, or some power of Y raised to n will be in Q. That is X raised to n is in Q, or Y raised to n whole to the power n, m belongs to Q for some n greater than 0 and m greater than 0, for some m greater than 0. That is X raised to n belongs to Q, or Y raised to nm belongs to Q. Okay, since we are working in commutative ring. So X belongs to X raised to n is in Q. So X belongs to radical of Q, or Y belongs to radical of Q. Since Y to the power nm belongs to Q. X ന്റെ ഏതൊരു പവർ ക്യൂലുണ്ട്, അതേപോലെ Yന്റെ ഏതൊരു പവറും ക്യൂലുണ്ട്. അതായത് നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്യും. സോ നമുക്ക് ഒന്നില്ലെങ്കിൽ X belongs to radical of Q എന്ന് കിട്ടും, അല്ലെങ്കിൽ Y belongs to radical of Q എന്ന് കിട്ടും. അതായത് X belongs to P ആയിരിക്കും, അല്ലെങ്കിൽ Y belongs to P ആയിരിക്കും. അതായത് P equal to radical of Q എന്താണ്, പ്രൈം ആണ്. സോ പ്രൂഫ് നമ്മൾ പ്രൂവ് ചെയ്തത് Q എന്നുള്ള പ്രൈമറി ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഓഫ് Q ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.